നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ദുർഭരണത്തിനെതിരെ ബിജെപിയുടെ പ്രതിഷേധക്കടൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. അൻവർ വെളിപ്പെടുത്തും വരെ മുഖ്യമന്ത്രി മൗനം പാലിച്ചതെന്തിനെന്ന് കെ സുരേന്ദ്രൻ. നിയമസഭയ്ക്കുള്ളിൽ പിണറായി സതീശൻ അന്തർധാരയെന്ന് വി മുരളീധരൻ. എരുമേലിയിലെ ഭക്തരെ ചൂഷണം ചെയ്യലിൽ ഇടപെട്ട് ഹൈക്കോടതി. ക്ഷേത്രത്തിനകത്ത് കുറി തൊടാൻ പണപ്പിരിവെന്ന് ചോദ്യം. ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനം. ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും കോടതി. നിർബന്ധിത പിരിവില്ലെന്ന് ദേവസ്വം ബോർഡ്. ധീരസൈനികൻ തോമസ് ചെറിയാന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. ഇലന്തൂരിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞ്. പി അൻവറിനെതിരെ കരുനീക്കവുമായി പോലീസ്. ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിൽ കേസെടുത്തു. കേസ് SOG കമാൻഡന്റിന്റെ പരാതിയിൽ. സഭയിലും PV അൻവറിനെ ഒതുക്കാൻ ഭരണപക്ഷം. പ്രതിപക്ഷ നിരയിലിരിക്കാൻ നിർദ്ദേശം. പറ്റില്ലെന്നും തറയിലിരുന്നോളാമെന്നും മറുപടി. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച സഭാ സമ്മേളനം 8 ദിവസമാക്കി വെട്ടിച്ചുരുക്കി. CPMന്റെ സഹകരണ ബാങ്ക് തട്ടിപ്പിന് പുതിയ മുഖം. ചെറുപ്പുളശ്ശേരി അർബൻ ബാങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട്. ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം എന്ന അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ഇടപാട്. മന്ത്രിസ്ഥാനം വൈകുന്നതിൽ തോമസ് കെ തോമസിന് കടുത്ത അതൃപ്തി. അയോഗ്യത എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഉടൻ തീരുമാനമില്ലെങ്കിൽ കടുത്ത നടപടിയെന്നും കുട്ടനാട് MLA. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇറങ്ങുന്നു. ന്യൂസിലൻഡ് എതിരാളികൾ. മലയാളി താരങ്ങൾ ആശാ ശോഭനയും സജന സജീവനും കളിച്ചേക്കും. മത്സരം ദുബായിൽ രാത്രി 7:30 മുതൽ. ധീരസൈനികൻ തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട്. ഇലന്തൂരിലെ വസതിയിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞ്. കിരൺകുമാറും ശാലിനിയും ചേരുന്നു. കിരൺകുമാർ സെന്റ് പീറ്റേഴ്സ് പള്ളി ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നാണ് ചേരുന്നത്. കിരൺ, സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞാണ്. ഇപ്പോൾ നിലവിൽ സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെയും ബന്ധുമിത്രാദികളെ കൂടാതെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുമോ? വിവരങ്ങൾ. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള മറ്റ് ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെ കുറിച്ച് തോമസ് ചെറിയാനെ കുറിച്ചുള്ള തങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ അവസാനമായി കാണാനും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായിട്ട് ഇലന്തൂരിൽ നിന്ന് നിരവധി ആളുകളാണ്, നാട്ടുകാരും ഒപ്പം തന്നെ മറ്റ് രംഗത്തു നിന്നുമുള്ള ആളുകളടക്കം നിരവധി പേരാണ് ഇങ്ങോട്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചത് മുതൽ തന്നെ നിരവധി ആളുകൾ
അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. ഇന്നിപ്പോൾ പള്ളിയിലേക്കും ഈ ശുശ്രൂഷ ചടങ്ങുകൾക്കായിട്ട് ഭൗതികദേഹം എത്തിച്ചതോടുകൂടി തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിലെ ഈ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് കുര്യാക്കോസ് മാർ ക്ലിമിസ് വലിയ മെത്രോപ്പൊലിത്തയുടെ നേതൃത്വത്തിലുള്ള വൈദികരുടെ സംഘമാണ്. ഈ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. അവിടെ പിന്നീട് സൈന്യത്തിൻ്റെ പൂർണ്ണ ബഹുമതികൾ നൽകുന്ന ചടങ്ങുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരം. അദ്ദേഹത്തിന് തൻ്റെ ഇടവക പള്ളിയും വലിയ ആദരം തന്നെയാണ് അർപ്പിക്കുന്നത്. നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികൻ വർഷങ്ങൾക്ക് ശേഷം 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം തിരികെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ആദരം തന്നെയാണ് തൻ്റെ ഇടവക പള്ളിയും സഭയും ഒപ്പം നൽകുന്ന. അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറ തന്നെയാണ് ഈ പള്ളിയിലെ മറ്റ് സെമിത്തേരിയിലെ മറ്റ് ഭാഗത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയുടെ വലതുഭാഗത്ത് ചേർന്നതാണ് ഇദ്ദേഹത്തിന് വേണ്ടി തോമസ് ചെറിയാന് വേണ്ടി കല്ലറ ഒരുക്കിയിരിക്കുന്നത്. ഇത് പ്രത്യേകം കല്ലറയാണ്. അതിന് സമീപത്ത് മറ്റ് കല്ലറകളൊന്നുമില്ലാതെ പ്രത്യേകമായി തന്നെ തയ്യാറാക്കിയിട്ടുള്ള കല്ലറയാണ് അദ്ദേഹത്തിനായിട്ട് സഭ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയുടെ ആദരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്. രാവിലെ മുതൽ തന്നെ ആ ഒരു തിരക്ക് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാണാൻ സാധിച്ചിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ അദ്ദേഹത്തെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മതപരമായിട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകൾ അല്പസമയം കൂടി പുരോഗമിക്കും. ഇപ്പോൾ അദ്ദേഹത്തെ വിവിധ രംഗത്തുള്ള ആളുകളെല്ലാം തന്നെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അത് വലിയൊരു തിരികെ നാട്ടിലേക്ക് എത്തി എന്നുള്ളത് തന്നെ വലിയൊരു അനുഭവം തന്നെയാണ്. ഈ പ്രത്യേകിച്ച് പുതിയ തലമുറ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവരെല്ലാം തന്നെ മറന്നു തുടങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം ഇത് വലിയൊരു അനുഭവം തന്നെയാണ് ഒരു പക്ഷേ ഈ നാട്ടുകാർക്ക് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മായി ബന്ധമുണ്ടായിട്ടുള്ളതും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടു വളർന്നതുമായിട്ടുള്ള ഒരു തലമുറയിലെ പല ആളുകളും അദ്ദേഹത്തെ ഇപ്പോൾ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി കിരൺ, തുടരുക. ശാലിനിയിലേക്ക് കൂടി പോവുകയാണ്. ശാലിനി, ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചിരിക്കുകയാണ്. അനുസ്മരണവും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഇപ്പോഴും അവിടേക്ക് പലരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയുമാണ്. ആരോഹിണി, അത് തന്നെയാണ് 56 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും യാത്ര തിരിച്ചു പോയ അദ്ദേഹത്തിനെ അവസാനമായി കാണാനുള്ള ഒരു തിരക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാന അനുശോചനം അറിയിക്കാനുള്ള ഒരു തിരക്ക് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇവിടെ പള്ളിയിലേക്ക് വലിയ രീതിയിൽ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഒരു പക്ഷേ വീട്ടിലേക്ക് എത്തിയതുപോലെ തന്നെയുള്ള ഒരു തിരക്ക് പള്ളിയിലും തുടരുകയാണ്. ഒരു പക്ഷേ ഈ ഇടവകയിലുള്ളവർ മാത്രമല്ല, അതിന് പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അദ്ദേഹത്തിനൊപ്പം പഠിച്ചവരുണ്ട്, അദ്ദേഹത്തിന്റെ ജൂനിയറായി പഠിച്ച ആളുകളുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇവിടെയും ഒരുപക്ഷെ ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ചർച്ച് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയയപ്പ് ഒരു വ്യക്തിക്കും ഒരുപക്ഷെ ഈ പള്ളി അങ്കണത്തിൽ ലഭ്യമായിട്ടുള്ളതിനേക്കാൾ വലിയൊരു യാത്രയയപ്പാണ് പള്ളി നൽകുന്നതും. ഒപ്പം തന്നെ അത് ഏറ്റുവാങ്ങാനായി, അല്ലെങ്കിൽ അത് സ്വീകരിക്കാനായി, അത് കാണാനായി ഒക്കെ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന് അവസാന യാത്രയ്ക്കായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ത്യയാത്രയും അന്ത്യവിശ്രമത്തിനും ഒക്കെ ആയുള്ള കല്ലറയാണ്. ഈ പള്ളിയുടെ തൊട്ട് വലതുഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സാധാരണ എല്ലാ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കുമായിട്ടുള്ള സെമിത്തേരി ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒന്നുമല്ലാതെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് പള്ളിയോട് ചേർന്ന് തന്നെ ഒരു വിശിഷ്ട കല്ലറ തന്നെ അദ്ദേഹത്തിനായി ഒരുക്കണമെന്നുള്ളതായിരുന്നു പള്ളിയുടെ ആഗ്രഹം, ഇടവകയുടെ ആഗ്രഹം. ആ ആഗ്രഹം അവര് കുടുംബത്തോട് പറയുകയും അത് സബലീകരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ്. ഈ ഒരു സംഭവം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അറിയിപ്പ് കുടുംബത്തിലെത്തിയപ്പോഴും പള്ളിയിലേക്ക് അറിയിപ്പ് എത്തിയപ്പോൾ തന്നെ അവർ ആ ഒരു അംഗീകാരം, പള്ളിക്ക് വേണ്ടി പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, 56 വർഷങ്ങൾക്ക് മുൻപ് ഇതേ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ഭാഗമായവൻ, പള്ളിയിൽ കൊയറുപാടിയ തോമസ് ചെറിയാൻ, ആ തോമസ് ചെറിയാനെ
വേണ്ടി അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകി തന്നെ വേണം അദ്ദേഹത്തിന് ഇടവക കൂടി യാത്ര അയക്കാൻ എന്നുള്ളൊരു തീരുമാനമായിരുന്നു പള്ളി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പള്ളിയോട് ചേർന്ന് തന്നെ പക്ഷേ ഒരു 10 അടി പോലും ദൂരെ അല്ലാതെ പള്ളിയിൽ നിന്ന് എപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിൽ അത്തരത്തിലൊരു വിശിഷ്ട കല്ലറ അദ്ദേഹത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ആ കല്ലറയിലേക്കാണ് അദ്ദേഹത്തിനെ അല്പസമയത്തിനകം എത്തിക്കുക. അതിനു മുൻപ് തന്നെ ഇപ്പോൾ പള്ളിക്കുള്ളിൽ പൊതുദർശനം നടക്കുന്നുണ്ട്. പള്ളിയിലുള്ളവർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് എത്തുന്നവർക്കൊക്കെ അവസാനമായി അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുമുള്ള സൗകര്യം ഇടവക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ പുറത്തേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭൗതികദേഹം ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലുണ്ട്. ആ പന്തലിലേക്ക് എത്തിക്കും. അവിടെയാണ് സൈനിക ബഹുമതികൾ നൽകുക. ആ സൈനിക ബഹുമതികൾ നൽകിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നേരെ എത്തിക്കുന്നത് ഈ കല്ലറയിലേക്കാണ്. 2:30 ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടി അവസാന മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ശുശ്രൂഷ ചടങ്ങുകളെല്ലാം തന്നെ പള്ളിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് വൈദികർ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൂർണ്ണമായും സൈനികർക്ക് നൽകും. അതിനുശേഷം സൈന്യം നൽകുന്ന എല്ലാ രീതിയിലുള്ള പൂർണ്ണ ആദരവും അദ്ദേഹത്തിന് ഈ പള്ളി അങ്കണത്തിൽ വെച്ച് തന്നെ നൽകും. അതിനുശേഷമായിരിക്കും 2:30 സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഈ പള്ളി അങ്കണത്തിൽ നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ മുൻപെങ്ങും ഈ പള്ളിയിൽ ലഭ്യമാകാത്ത അല്ലെങ്കിൽ ലഭ്യമായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയയപ്പ് പള്ളി ഇടവകയിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ധീരപുത്രന് വേണ്ടി നാട് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്ന കല്ലറയ്ക്ക് മുൻപിലെത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിതുമ്പുന്നവരുണ്ട്, ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നവരുണ്ട്. അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വൈകാരികമാണ്. കാരണം ചില അമ്മമാരും മുത്തശ്ശിമാരൊക്കെ കണ്ണ് നിറഞ്ഞ് കരയുന്ന അല്ലെങ്കിൽ അലറിക്കരയുന്ന കാഴ്ചകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു വിലാപയാത്ര ആരംഭിച്ചത് മുതൽ ഇങ്ങ് പത്തനംതിട്ടയിലെത്തി ഇലന്തൂരിൽ ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും നാടിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിനായി ജയ് വിളിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനാ മന്ത്രങ്ങൾ പറയുന്നവരുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ത്രിവർണ്ണ പതാക ഉയർത്തി അവസാന യാത്രയയപ്പ് നൽകുന്ന അല്ലെങ്കിൽ അവസാന സല്യൂട്ട് നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ അല്ലെങ്കിൽ ഒരു നാട് എങ്ങനെയാണോ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകേണ്ട ആ യാത്രയയപ്പ് ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനത എന്നുള്ളതാണ്. 56 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ നിന്ന് അവസാനമായി പോകുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ എത്തില്ല അല്ലെങ്കിൽ തിരികെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഇരിക്കുന്നൊരു കാലത്ത് ഒരു പക്ഷേ ദൈവം കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഈ പള്ളി അങ്കണത്തിലുള്ളവർ ആ ഒരു അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തെ കാണുന്നത്. കാരണം ഇവിടെ വന്ന് അന്ത്യവിശ്രമം കൊള്ളണം തോമസ് ചെറിയാൻ എന്നുള്ളത് വിധിയാൽ എഴുതപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും അനുശോചന പ്രസംഗത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വന്ന് ജനിച്ച മണ്ണിലും ജന്മനാട്ടിലും വന്ന് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കല്ലറയ്ക്ക് സമീപത്തായി മറ്റൊരു വിശിഷ്ട കല്ലറയിൽ അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി ഒരുങ്ങുകയാണ്. എന്തായാലും ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുകയാണ്. 2:30 സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായി നടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും പറയാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് വൈകാരികമായി. സൈനികൻ തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട് ഇലന്തൂരിലെ വസതിയിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനിയും കിരൺകുമാറും. നടൻ മോഹൻ രാജിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ കാഞ്ഞിരംകുളം ദൃശ്യ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാര ചടങ്ങുകൾ. മോഹൻ രാജിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി പേർ കാഞ്ഞിരംകുളത്തെ വാടക വീട്ടിലെത്തി. അമരീഷ് പുരിയെ വെല്ലുന്ന മലയാളത്തിലെ വില്ലൻ, കണിമംഗലത്ത് ജഗന്നാഥനെ പോരിന് വിളിച്ച ചെങ്കളം മാധവൻ. ഒന്നിനൊന്ന് മികച്ച വില്ലൻ വേഷങ്ങൾ പലതുണ്ടെങ്കിലും മലയാളിക്ക് എന്നും മോഹൻരാജ് കീരിക്കാടൻ ജോസ് ആയിരുന്നു. മികച്ച ക്ലാസിക് സിനിമയായ കിരീടത്തിലെ അതിഗംഭീരമായ വില്ലൻ വേഷം. മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുകയായിരുന്നു കീരിക്കാടൻ ജോസ്. ക്രൂരത നിറഞ്ഞ മുഖം, ചോര തളം കെട്ടിയ കണ്ണുകൾ. കിരീടത്തിനു ശേഷം 100 കണക്കിന് വേഷങ്ങൾ ചെയ്തിട്ടും മോഹൻരാജ് അറിയപ്പെട്ടത് കീരിക്കാടൻ ജോസായി. ഹലോ മായാവി എന്നീ ചിത്രങ്ങളിലൂടെ ഹാസ്യവേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. ആദ്യം കരസേനയിൽ ജോലി, പിന്നീട് കസ്റ്റംസിൽ, ഒടുവിൽ എൻഫോഴ്സ്മെന്റിൽ. ജോലിക്കിടയിൽ അഭിനയം തുടർന്നതിൽ നടപടി. പിന്നീട് നിയമ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം തിരിച്ചെത്തിയത്.
ഡ്യൂപ്പുകളില്ലാതെ അഭിനയിക്കുന്ന ആളായതിനാൽ തെലുങ്ക് സിനിമാ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഭാര്യ ഉഷാ മോഹനും മകളും ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. മറ്റൊരു മകൾ കാനഡയിലാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ കാഞ്ഞിരംകുളം ദൃശ്യ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷമാകും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ജനം, തിരുവനന്തപുരം. ചൂരൽമല വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടാണ് നിയമസഭാ നടപടികൾ ഇന്ന് ആരംഭിച്ചത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരളത്തിലുണ്ടായതെന്ന് മുഖ്യമന്ത്രിയും സ്പീക്കറും അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞു. ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ദുരന്തം സംഭവിച്ചവർക്കുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കണമെന്ന് സഭാ പ്രതിനിധികൾ ഒരുപോലെ ആവശ്യപ്പെട്ടു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭയുടെ ആദരം. ഓർഡർ ചരമോപചാരം. ജൂലൈ 30 വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നീ പ്രദേശങ്ങളിലാണ് അർദ്ധരാത്രി കഴിഞ്ഞുള്ള സമയത്ത് ഉരുൾപൊട്ടലുണ്ടായത്. 403 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ പ്രത്യേകം പഠനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ദുരന്ത വാർത്ത അപ്രത്യക്ഷമായെന്നും സ്പീക്കറുടെ വിമർശനം. മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത വാർത്തകൾ അപ്രത്യക്ഷമായെങ്കിലും ദുരന്തബാധിതരുടെ അതിജീവനത്തിനായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നിലയിൽ കണക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ചരമോപചാരം. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികളും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2024 ജൂലൈ 30 പുലർച്ചെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചത്. ഒരു പ്രദേശമാകെ തകർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാജ്യത്ത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദുരന്തം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാർ മന്ദഗതിയിൽ പോകരുത് എന്ന് പ്രതിപക്ഷം ഓർമ്മപ്പെടുത്തി. നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത്. നമ്മൾ കുറേ കൂടി വേഗത്തിലാകണം. അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്. ആ ഒരു സ്ഥിതി ഉണ്ടാകരുത്. ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം. ഇനിയൊരു ദുരന്തം ഉണ്ടാകാതെ തങ്ങളുടെ നാടിനെ സംരക്ഷിക്കണമെന്ന് സ്ഥലം MLA T സിദ്ദീഖ്. പുനരധിവാസം സ്ട്രക്ചറൽ ആവാതെ അവരുടെ സാമൂഹ്യ വികാസവും അവരുടെ സാമ്പത്തിക വികാസവും അവരുടെ സാംസ്കാരിക വികാസവും വിദ്യാഭ്യാസ ആരോഗ്യ വികാസ പ്രവർത്തനവുമാണ് പുനരധിവാസം എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള സമ്പൂർണ്ണ പുനരധിവാസത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും ഒരുമിച്ച് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. വയനാട് ദുരന്തം എന്ന് പറയാതെ ചൂരൽമല ദുരന്തം എന്ന് പറയാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മന്ത്രി K രാജന്റെ അഭ്യർത്ഥന. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തം ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും വയനാട് എന്ന പദപ്രയോഗം നടത്തുമ്പോൾ ചൂരൽമല എന്നതിലേക്ക് കേന്ദ്രീകരിക്കണം എന്നാണ് ആദ്യം അറിയിക്കാനുള്ള അഭ്യർത്ഥന. കാരണം വയനാട് എന്ന തുടർച്ചയായിട്ടുള്ള പ്രയോഗങ്ങൾ വയനാട്ടിലേക്ക് ആളുകൾ എത്തുന്നതിൽ പോലും പ്രയാസമുണ്ടാകുന്നു എന്ന പൊതുസമൂഹത്തിൻ്റെ അഭ്യർത്ഥന കൂടി കണക്കിലെടുത്തുകൊണ്ട് ചൂരൽമലയിലുണ്ടായ ദുരന്തം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ ഭീകരമാണ്. ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനം, തിരുവനന്തപുരം. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. സമ്മേളനം 15-ന് അവസാനിക്കും. 16, 17, 18 തീയതികളിൽ സഭ ചേരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. ആകെ സഭ ചേരുക 8 ദിവസമാണ്. പി ശശിയുടെ വക്കീൽ നോട്ടീസ് തനിക്ക് വന്നിട്ടില്ലെന്ന് PV അൻവർ. കേസുകൾ ഇനിയും വരും. അതേസമയം നിയമസഭയിൽ പ്രതിപക്ഷത്തിനൊപ്പം ഇരിക്കാൻ തയ്യാറല്ല. ആവശ്യമെങ്കിൽ സഭയിൽ താൻ തറയിലിരിക്കുമെന്നും PV അൻവർ മലപ്പുറത്ത് പറഞ്ഞു.
സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ വിവിധ ജില്ലകളിൽ ബി.ജെ.പി. മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോടും കൊച്ചിയിലും മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകരെ മർദ്ദിച്ചെന്ന് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കി. നിയമസഭയ്ക്കുള്ളിൽ ഇന്ന് പിണറായി വിജയൻ വി.ഡി. സതീശൻ അന്തർധാരയായിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി. മുരളീധരൻ. സർക്കാർ പറയുന്ന കള്ളക്കണക്കിന് സതീശൻ കുഴലൂതുന്നു. ശവസംസ്കാരം നടത്തിയ കള്ളക്കണക്കിൽ പോലും സതീശൻ ഒന്നും ചോദിക്കുന്നില്ല. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിലെ കണക്കുകൾ പോലും സതീശൻ ചോദിക്കാൻ തയ്യാറാകുന്നില്ലെന്നും വി. മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വർണ്ണക്കടത്തിൽ അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നതുവരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിച്ചെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. അൻവറിനെ വിളിച്ചുവരുത്തി എന്ത് ഒത്തുതീർപ്പിനാണ് മുഖ്യമന്ത്രി തയ്യാറായത്? ഒത്തുതീർപ്പ് ധാരണ തെറ്റിയതുകൊണ്ടാണ് ഇടഞ്ഞതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചോ ഹവാല ഇടപാടുകളെ സംബന്ധിച്ചോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവനെ ഈ വിവരങ്ങളൊന്നും അറിയിച്ചത്? ടി.വി. അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് വരെ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മൗനം പാലിച്ചു? ടി.വി. അൻവറിനെ വിളിച്ചു വരുത്തി എന്ത് കോംപ്രമൈസ് ചെയ്യാനാണ് മുഖ്യമന്ത്രി തയ്യാറായത്? SIT ആശുപത്രിയിലെ വൈദ്യുതി മുടക്കത്തിന് കാരണം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഗുരുതര അനാസ്ഥ. വൈദ്യുതി കണക്ഷനുകളിൽ അറ്റകുറ്റപ്പണികൾ ഇല്ലാതായിട്ട് 2 വർഷം. മെയിന്റനൻസ് എസ്റ്റിമേറ്റുകളിൽ തീരുമാനമെടുക്കാതെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. തെളിവുകൾ ജനം ടിവിക്ക്. ജനം ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വിവിധ ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലുകളുടെ കാലപ്പഴക്കം 2 വർഷത്തിലധികമാണ്. മെയിൻ്റനൻസ് നടപടികൾ ആവശ്യപ്പെട്ട് കീഴുദ്യോഗസ്ഥർ പലവട്ടം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചു. ഇത് പ്രകാരമുള്ള എസ്റ്റിമേറ്റുകളും പലപ്പോഴായി നൽകിയിരുന്നു. ആശുപത്രിയിലെ വൈദ്യുത നിയന്ത്രണ സംവിധാനത്തിന്റെ പ്രധാന ഭാഗങ്ങളായ സബ്സ്റ്റേഷൻ, ഇലക്ട്രിക്കൽ കൺട്രോൾ പാനലും APFC പാനലും UPS സംവിധാനവും മാറ്റിസ്ഥാപിക്കാൻ 3213, 16552, 19768 എന്നീ നമ്പറുകളിലായി 2022 തന്നെ എസ്റ്റിമേറ്റ് ഇട്ടിരുന്നു. എന്നാൽ ഈ നടപടിക്രമങ്ങൾക്ക് അന്തിമ അനുമതി നൽകേണ്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആകട്ടെ 2 വർഷം പിന്നിട്ടിട്ടും എസ്റ്റിമേറ്റുകൾ പരിഗണിച്ചതുപോലുമില്ല. ഇതോടൊപ്പം 2 സർവീസ് പാനലുകൾക്കും എമർജൻസി UPSനും 2023 എസ്റ്റിമേറ്റ് നൽകി. ഇക്കാര്യങ്ങളിലൊന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടപടിയെടുത്തിട്ടില്ല. ഇതിലും ഗുരുതര വീഴ്ചയുണ്ടായത് ന്യൂബോൺ ICUവിലെ എയർ കണ്ടീഷൻ സംവിധാനത്തിന്റെ കൂളിംഗ് കോയിലുകൾ മാറ്റിസ്ഥാപിക്കുന്നതിലാണ്. AC-കൾ തകരാറിലായാൽ അത് അപകടാവസ്ഥയിലുള്ള നവജാത ശിശുക്കളുടെ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളെപ്പോലും ബാധിച്ചേക്കും. എന്നിട്ടും ICUവും ലേബർ റൂമും എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയ 6494 നമ്പർ എന്ന എസ്റ്റിമേറ്റിലും 6 മാസമായിട്ടും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടപടി സ്വീകരിച്ചിട്ടില്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരുത്തിയ വീഴ്ചകളിൽ പക്ഷേ നടപടിയെടുത്തതാകട്ടെ കീഴ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. CPM സംഘടനാ പ്രവർത്തകനായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ രക്ഷിക്കാൻ സർക്കാർ മറ്റു ജീവനക്കാരെ ബലിയാടാക്കുന്നു എന്നാണ് വിമർശനം. വിനീഷ്, ജനം, തിരുവനന്തപുരം. CPM ഭരിക്കുന്ന പാലക്കാട് ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ 0718 എന്ന നമ്പറിൽ വ്യാജ അക്കൗണ്ട്. ചെർപ്പളശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ വ്യാജ അക്കൗണ്ട്.
ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം എന്നാണ് അക്കൗണ്ടിന്റെ പേര്. മാത്രമല്ല ഈ അക്കൗണ്ട് വഴി ലക്ഷങ്ങളുടെ ഇടപാടും നടന്നിട്ടുണ്ട്. എന്നാൽ മലബാർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള വിവരാവകാശ രേഖയിൽ ക്ഷേത്രത്തിന് ഇത്തരമൊരു അക്കൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. CPM ഭരിക്കുന്ന പാലക്കാട് ചെർപ്പശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ 0718 എന്ന നമ്പറിലാണ് ചെർപ്പശ്ശേരി അയ്യപ്പ ക്ഷേത്രത്തിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് പ്രവർത്തിക്കുന്നത്. ശ്രീ അയ്യപ്പൻകാവ് ദേവസ്വം എന്നാണ് അക്കൗണ്ട് പേര്. മാത്രമല്ല ഈ അക്കൗണ്ട് വഴി ലക്ഷങ്ങളുടെ ഇടപാടും നടന്നിട്ടുണ്ട്. എന്നാൽ മലബാർ ദേവസ്വം ബോർഡിൽ നിന്നുള്ള വിവരാവകാശ രേഖയിൽ ക്ഷേത്രത്തിന് ഇത്തരമൊരു അക്കൗണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. ഭരണസമിതി നടത്തിയ അഴിമതിയാണ് അക്കൗണ്ടിന് പിന്നിലെന്ന് BJP നേതാവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. ബാങ്കിൽ കൂടുതൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ടെന്നും നേരത്തെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ബാങ്കിനെതിരെ അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ വർഷവും വരികയും അവർ സമർപ്പിക്കുന്ന കാണിക്ക തുകയാണ് ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ചിലർ കൊള്ള ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സംശയിക്കുകയാണ് ഈ ഒരു അക്കൗണ്ട് മാത്രമല്ല മറ്റ് വ്യാജ അക്കൗണ്ടുകളും ആ ബാങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ സംശയിക്കുകയാണ്. പക്ഷേ അതിൻ്റെ അന്വേഷണം പൂർണ്ണമായി നടത്തിയാലേ പൂർണ്ണമായും കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇവിടെ അത്തരത്തിൽ അന്വേഷണം നടക്കാനുള്ള സാധ്യതയെ കൂടി ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കൂടാതെ വ്യാജ അക്കൗണ്ട് സംബന്ധിച്ച് ചെർപ്പശ്ശേരി പോലീസിൽ പരാതി നൽകുമ്പോൾ പരാതി സ്വീകരിക്കുന്നില്ല എന്നും പരാതി നൽകുന്നവരെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതായും BJP ആരോപിച്ചു. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ദി ഹിന്ദു ദിനപത്ര ലേഖികയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ വാർത്താക്കുറിപ്പ് നൽകിയത് ആരെന്ന ചോദ്യത്തിന് മറുപടി പറയാനോ ഉത്തരം തേടാനോ തയ്യാറാകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹിന്ദുവിന് അഭിമുഖം നൽകാൻ സമീപിച്ച TD സുബ്രഹ്മണ്യത്തോട് സംഭവത്തിൽ വിശദീകരണം തേടിയിട്ടില്ലെന്നും പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ വെളിവാകുന്നത് മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്നതാണ്. അതിനിടെ CPMന്റെ രാഷ്ട്രീയം വർഗീയ അടിസ്ഥാനത്തിലേക്ക് മാറി എന്നതാണ് ഈ വിവാദങ്ങളിലൂടെയെല്ലാം വെളിവാകുന്നത്. മതനിരപേക്ഷ പാർട്ടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന CPM കഴിഞ്ഞ കുറേ നാളായി ചർച്ചയാക്കുന്നത് മതാധിഷ്ഠിത ചർച്ചകൾ മാത്രമാണ്. അതിനിടയിലാണ് മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്തു സംബന്ധിച്ച പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളായി ദി ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ചു വന്നത്. എന്നാൽ താൻ പറഞ്ഞതല്ല പ്രസിദ്ധീകരിച്ചുവെന്ന അഭിമുഖത്തിലെ പരാമർശങ്ങളെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ദി ഹിന്ദു ലേഖികയ്ക്ക് വാർത്താക്കുറിപ്പ് നൽകിയത് ആരാണെന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നടക്കമുയരുമ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണ്. വ്യാജമായി വാർത്താക്കുറിപ്പ് നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിലും മുഖ്യമന്ത്രി മറ്റു കാര്യങ്ങളിലെ പ്രതികരണം മാത്രം നൽകി ഒഴിഞ്ഞു മാറുകയായിരുന്നു. PV അൻവറിനെതിരെയും കാര്യമായി പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി തീർത്തും പ്രതിരോധത്തിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതേസമയം PV അൻവറിനെതിരായി കാര്യമായി ഒന്നും പ്രതികരിക്കാനും മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നതും ശ്രദ്ധേയമാണ്. ജനം, കൊച്ചി. PFI ഭീകരവാദികൾക്ക് CPMൽ സംരക്ഷണം ഒരുക്കി ഉന്നത കേന്ദ്രങ്ങൾ. നിരോധനത്തിന് മുൻപും ശേഷവും മതഭീകരവാദികൾക്ക് തണലൊരുക്കിയതിൽ പാർട്ടിയിലെ പ്രധാന നേതാക്കൾക്കും പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. CPMലടക്കം PFI ഭീകരവാദികൾ നുഴഞ്ഞുകയറിയെന്ന സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ചവറ്റുകൂട്ടയിലിട്ടത് നേതൃത്വത്തിന്റെ അറിവോടെയെന്നും വ്യക്തമാവുകയാണ്. CPMൽ നിർണായക സ്വാധീന ശക്തിയായി PFI ഭീകരവാദികൾ മാറിയിരിക്കുന്നു. മതഭീകരതയെ താലോലിക്കുന്ന ഇടതു വലതു മുന്നണികളിലെ പ്രധാന കക്ഷികളിലും ഘടക കക്ഷികളിലുമടക്കം PFI ഭീകരവാദികൾ എത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അധികം മതഭീകരവാദികൾ നുഴഞ്ഞുകയറിയിട്ടുള്ളത് CPMലാണ്. ഇതിന് ചില നേതാക്കൾ ചുക്കാൻ പിടിച്ചതിന്റെയും അതിന് ലഭിച്ച പ്രത്യുപകാരങ്ങളുടെയും വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാർട്ടിയിലെ ഭീകരവാദികൾക്ക് സംരക്ഷണം ഒരുക്കിയത് CPMലെ ചില ഉന്നത കേന്ദ്രങ്ങളാണ്. ഭീകരവാദികൾക്ക് വഴി തുറക്കുന്നതിനെ ഒരു വിഭാഗം ശക്തമായി എതിർത്തിരുന്നെങ്കിലും അവരുടെ എതിർപ്പുകളെയും തള്ളിയാണ് PFI ഗ്രൂപ്പുകൾ വലിയ ഗ്രൂപ്പുകളായി എത്തിയിട്ടും നേതൃത്വം കണ്ണടച്ചത്. 2022 സെപ്റ്റംബർ 28 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. ഇതിന് പിന്നാലെ ഏറ്റവും സുരക്ഷിത താവളമെന്ന് മനസ്സിലാക്കി CPMലേക്ക് എത്താൻ രഹസ്യയോഗങ്ങളിൽ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു. PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIയെ മറയാക്കിയായിരുന്നു പിന്നീടുള്ള അണിയറ നീക്കങ്ങൾ. അതിതീവ്ര നിലപാടുകളുള്ള മതമൗലികവാദികൾ പലരും SDPI വഴി CPMലെത്തി പിന്നാലെ വിവിധ പാർട്ടി ഘടകങ്ങളിലെ തീരുമാനങ്ങളിൽ കൈകടത്താൻ കഴിയുന്ന സ്വാധീന ശക്തികളായി മാറുകയായിരുന്നു.
PFIക്ക് കൊടപിടിക്കുന്ന നേതാക്കൾക്കെതിരെ പാർട്ടിയിലെ സാധാരണ അണികളിൽ മുറിവുറുപ്പ് ശക്തമാണ്. മതഭീകരവാദ ഗ്രൂപ്പുകളെ പാർട്ടിയിൽ സംരക്ഷിക്കുന്ന ഉന്നത നേതാക്കൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം ചില സ്വാർത്ഥ നേട്ടങ്ങൾ കൂടിയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ സാധാരണ അണികളുടെ പ്രതിഷേധം ശക്തവുമാണ്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. KT ജലീൽ MLAയുടെ അധികാര രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിന് പിന്നിൽ പാർട്ടിയിൽ നിന്നുള്ള കടുത്ത അവഗണന. ഇത്തവണ മന്ത്രിയാക്കുമെന്ന് ജലീൽ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. മതമൗലികവാദ സംഘടനകളിലടക്കം പ്രവർത്തിച്ച ജലീലിന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകിയാൽ അത് തിരിച്ചടിയാകുമെന്ന ഭയം പാർട്ടിക്കുമുണ്ട്. കാത്തിരുന്ന് ഒടുവിൽ ജലീൽ തുറന്നു പറഞ്ഞു. മടുത്തു. താൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നു. ഇനി യാത്രകളും വായനയുമാണ് തന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. അതേസമയം പാർട്ടി തുടർച്ചയായി അവഗണിച്ചതോടെയാണ് അധികാര രാഷ്ട്രീയത്തിൽ നിന്നും ജലീൽ പിന്മാറിയതെന്നാണ് സൂചന. 4 തവണ MLAയായ ജലീൽ മന്ത്രിയുമായി. എന്നാൽ ജലീൽ മന്ത്രിയായപ്പോൾ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ തുടർച്ചയായ വിവാദങ്ങളിൽ ഉൾപ്പെട്ടു. ഇതോടെ ജലീലിനൊപ്പം പാർട്ടിയും പ്രതിരോധത്തിലായി. പല വിവാദങ്ങളിലും പ്രതിരോധം നഷ്ടപ്പെട്ടു ഉഴറി. ഒടുവിൽ മന്ത്രിസ്ഥാനവും രാജിവെക്കേണ്ടി വന്നു. നിരോധിത തീവ്രവാദ സംഘടനയായ സിമി പ്രവർത്തകനായിരുന്നു മുൻപ് KT ജലീൽ. ഇത്തരത്തിൽ മതമൗലികവാദ സംഘടനകളുമായി അടുത്ത ബന്ധവും അദ്ദേഹം സൂക്ഷിച്ചു. ഇതും CPMന് വലിയ തലവേദനയായി. അതോടെ പാർട്ടി നിരന്തരം ജലീലിനെ അവഗണിച്ചു. ഒടുവിൽ മനം മടുത്താണ് തവനൂർ MLA അധികാര രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുന്നത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. വിഭാഗീയത പ്രതിസന്ധി തീർക്കുന്നതിനിടയിൽ കണ്ണൂർ തളിപ്പറമ്പിൽ CPMന് തലവേദനയായി ബ്രാഞ്ച് സെക്രട്ടറിമാർ പ്രതിയായ പോക്സോ കേസും. മുയ്യം ബ്രാഞ്ച് സെക്രട്ടറി അനീഷും മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി രമേശനുമാണ് പോക്സോ കേസിൽ പ്രതികളായത്. കേസിന് പിന്നാലെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നാണക്കേട് മറികടക്കാനായിട്ടില്ല. വിഭാഗീയതയും തർക്കങ്ങളും പണിപ്പെട്ട് മറികടന്നുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിലാണ് തളിപ്പറമ്പിൽ പാർട്ടിക്ക് തലവേദനയായി പോക്സോ കേസ് ഉയർന്നു വന്നത്. CPM മുയ്യം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന അനീഷും മുയ്യം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന രമേശനും ചേർന്ന് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ തന്നെ പോക്സോ കേസിലെ പ്രതികളായത് പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. പരാതി ഉയർന്നതിന് പിന്നാലെ നാട്ടുകാർ തന്നെ പ്രതികളിൽ ഒരാളായ രമേശനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. മറ്റൊരു പ്രതിയായ അനീഷിനെ കോഴിക്കോട് വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് നാണക്കേടുണ്ടാക്കിയതോടെ മുഖം രക്ഷിക്കാനായി പാർട്ടിയിൽ നിന്ന് ഇവരെ പുറത്താക്കിയെങ്കിലും വിവാദം ഒഴിഞ്ഞിട്ടില്ല. ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പശ്ചാത്തലം അന്വേഷിക്കാത്തതാണ് ഇത്തരം പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്നാണ് ഉയരുന്ന വിമർശനം. ജനം, കണ്ണൂർ. ശാന്തിഗിരി ഫെസ്റ്റ് വിശേഷങ്ങൾ. ശാന്തിഗിരി ഫെസ്റ്റിൽ സ്കൂൾ കുട്ടികൾക്ക് പ്രവേശനം സൗജന്യം. വിനോദത്തിനൊപ്പം വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകുന്ന എഡ്യു ഫെസ്റ്റിന്റെ പ്രയോജനം കൂടി വിദ്യാർത്ഥികളിൽ എത്തിക്കാനാണ് സൗജന്യ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ കാഴ്ചക്കാരെ കാത്തിരിക്കുന്നത് വിസ്മയങ്ങളുടെ ലോകമാണ്. കുട്ടികളിൽ ഉദ്യോഗമുണർത്താൻ ഗോസ്റ്റ് ഹൌസും റോബോട്ടിക് ആനിമൽ ഷോയും തയ്യാറാണ്. ഒപ്പം കൂറ്റൻ അമ്യൂസ്മെന്റ് പാർക്കും 3D ഷോയും. വൈവിധ്യങ്ങൾ കാത്തുവെക്കുന്ന പെറ്റ് ഷോയും അക്വാ ഷോയും ഫെസ്റ്റിന്റെ മറ്റു ആകർഷണങ്ങളാണ്. വിനോദത്തിനൊപ്പം വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകുന്ന എഡ്യു ഫെസ്റ്റിന്റെ പ്രയോജനം വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നത് ശാന്തിഗിരി ഫെസ്റ്റിന്റെ പ്രധാന ലക്ഷ്യമാണ്. അതിനാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നും ഗ്രൂപ്പായി ഫെസ്റ്റ് കാണാൻ എത്തുന്ന കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ്. പ്രധാന അധ്യാപകന്റെ കത്ത് മതിയാകും. രക്ഷിതാക്കൾക്കൊപ്പം എത്തുന്ന വിദ്യാർത്ഥികൾ ആധാറോ സ്കൂൾ ഐഡന്റിറ്റി കാർഡോ കയ്യിൽ കരുതണം. +2 വരെയുള്ള സ്കൂൾ കുട്ടികൾക്കാണ് സൗജന്യ പ്രവേശനമുള്ളത്. ഫെസ്റ്റിന്റെ 3ാം പതിപ്പിൽ ശാന്തിഗിരിയിൽ കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിസ്മയങ്ങളുടെ ലോകമാണ്.
പ്രവേശന കവാടത്തിനടുത്തുള്ള ഗോശാല മുതൽ ആശ്രമത്തിന്റെ സ്പിരിച്വൽ സോണിലെ ഗുരുവിന്റെ ഉദ്യാനം വരെയുള്ള ക്രമീകരണങ്ങളിൽ ഓരോയിടത്തും വ്യത്യസ്തത നിറച്ചാണ് ഇത്തവണത്തെ പ്രദർശനം. ജനം, തിരുവനന്തപുരം. നവരാത്രി ആഘോഷം. നവരാത്രി ആഘോഷയാത്ര ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് ഹോട്ടൽ ചിത്ര. ഹോട്ടൽ ചിത്ര വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്, മെയിൻ റോഡ്, പമ്മം, മാർത്താണ്ഡം. ഭക്തിസാന്ദ്രമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അനന്തപുരിയിലെത്തി. പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലെത്തിയ വിഗ്രഹങ്ങൾക്ക് രാജകീയമായ വരവേൽപ്പാണ് നൽകിയത്. അനന്തപുരിയിൽ ഇനി 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവങ്ങൾക്ക് തുടക്കമാകും. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ഉടവാളേന്തി അനന്തപുരിയിലേക്ക് യാത്ര തിരിച്ച നവരാത്രി വിഗ്രഹങ്ങൾ 3 ദിനരാത്രങ്ങൾ താണ്ടിയാണ് ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിലെത്തിയത്. വെള്ളിക്കുതിരയിലേറി കുമാരസ്വാമിയും ആനപ്പുറത്ത് സരസ്വതീദേവിയും പല്ലക്കിൽ മുന്നേറ്റി മങ്കയും. പത്മനാഭസ്വാമി സന്നിധിയിലെത്തിയ വിഗ്രഹങ്ങളെ ആചാരപൂർവം സ്വീകരിച്ച് സരസ്വതി ദേവിയെ സരസ്വതി മണ്ഡപത്തിലേക്കും കുമാരസ്വാമിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലേക്കും മുന്നേറ്റിമങ്കയെ ആര്യശാല ദേവീക്ഷേത്രത്തിലേക്കും ആനയിച്ചു. കരമനയിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയിൽ പുതുച്ചേരി ഗവർണർ കൈലാസനാഥ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങി നിരവധി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഘോഷയാത്രയെ അനുഗമിച്ചു. ഇത് ആദ്യമായിട്ടായിരുന്നു, 1ാമത്തെ ദിവസമാണ് ഇന്ന്. എനിക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ടുള്ള. സുബ്രഹ്മണ്യസ്വാമിയുടെ വേഷത്തിൽ കുഞ്ഞുകുട്ടികളും ക്ഷേത്ര കലാരൂപങ്ങളും വിവിധ സംഘടനകളുടെ ദൃശ്യങ്ങളുമെല്ലാം ഘോഷയാത്രയെ അനുഗമിച്ചു. അഖിൽ പലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു പൂജകൾ ആരംഭിച്ചു. കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി സർഗോത്സവത്തിൽ ഇത്തവണയും ബൊമ്മക്കൊലുകൾ ഒരുക്കിയിട്ടുണ്ട്. ബ്രാഹ്മണ മഠങ്ങൾ കേന്ദ്രീകരിച്ചും വിപുലമായ രീതിയിലാണ് ബൊമ്മക്കൊലു പൂജകൾ നടക്കുന്നത്. ബൊമ്മ എന്നാൽ പാവ എന്നും ഗൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം. നവരാത്രി നാളുകളിൽ ഒറ്റയക്ക സംഖ്യയിലുള്ള പടികളുണ്ടാക്കി അതിൽ വലുതും ചെറുതുമായ പ്രതിമകൾ നിരത്തി പൂജ ചെയ്യും. സരസ്വതി ദേവി, ദശാവതാരങ്ങൾ, ശ്രീരാമ പട്ടാഭിഷേകം, കൃഷ്ണനും രാധയും തുടങ്ങി പൂവ്, പഴം, പ്രാണി, പാമ്പ് തുടങ്ങിയവയുടെ ബൊമ്മകൾ വരെ പൂജയുടെ ഭാഗമാകും. ആദ്യം 3 ദിവസങ്ങളിൽ ദുർഗയ്ക്കും തുടർന്നുള്ള 3 ദിവസം ലക്ഷ്മിക്കും പിന്നീട് 3 ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത്. ദേവീദേവന്മാരും എല്ലാം ഒന്നാണെന്നുള്ളൊരു സങ്കല്പം കൂടി ഇതിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ 4ാമത്തെ വർഷം വെക്കുന്നത്, ഓരോ വർഷവും ഓരോ പുതിയ ബൊമ്മകൾ കൂടി നമ്മളിതിലേക്ക് ആഡ് ആക്കുന്നുണ്ട്. ഇവിടുത്തെ മാതൃസമിതിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വൈകിട്ടും രാവിലെയും ആരതി നടക്കും. ഇതിൻ്റെ ആരതി രാവിലെ നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കും, വൈകിട്ട് ഇങ്ങനെ ചെറുപയർ അല്ലെങ്കിൽ സുണ്ടൽ, കടല അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നിവേദ്യം വെക്കുന്നത്. ബൊമ്മക്കൊലു കാണാനെത്തുന്നവർക്ക് പ്രസാദവും സമ്മാനങ്ങളും നൽകും. ബൊമ്മക്കൊലു പൂജയിലൂടെ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ബൊമ്മക്കൊലുകളെ കൂടുതൽ കാണാൻ കഴിയുക. ജനം, കോഴിക്കോട്. കോഴിക്കോട് കേസരി ഭവനിൽ നവരാത്രി സർഗോത്സവത്തോടനുബന്ധിച്ച് സിനിമാ താരം രചന നാരായണൻകുട്ടി അവതരിപ്പിച്ച കുച്ചിപ്പുടി ശ്രദ്ധേയമായി. കുച്ചിപ്പുടിയിലെ പ്രധാന ഇനമായ കാലസംകർഷണി പ്രവേശത്തിലെ കാലപ്രവേശധരുവാണ് രചന നാരായണൻകുട്ടി അവതരിപ്പിച്ചത്. കാളിയെ കാലസംഘർഷണി എന്നറിയപ്പെടുന്ന ദൈവിക ഊർജത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമായാണ് കാണുന്നത്. രചനാ നാരായണൻകുട്ടിയുടെ കാളി രൂപത്തിലേക്കുള്ള പകർന്നാട്ടം വേദിയെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചു. അഹം കാലസംകർഷിണി അഹം കാളി അസ്മി അഹം കാളി അസ്മി അഹം കാലസംകർഷിണി അഹം കാളി അസ്മി അഹം കാലസംകർഷിണി.
ഈ പാരമ്പര്യത്തിൽ 12 വ്യത്യസ്ത രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാളി പ്രപഞ്ച പ്രക്രിയയുടെയും മനുഷ്യന്റെ ധാരണകളുടെയും വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. കഥാപാത്രങ്ങൾ തങ്ങളായി തന്നെ വേദിയിൽ വന്നുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുകയും തങ്ങളുടെ ഗുണഗണങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രവേശധരു ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിലുള്ള കാളിക്ക് മറ്റൊരു രൂപം കൂടിയുണ്ട്, കാശ്മീര ശൈരസത്തിന്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് വലിയ സത്യം. നൃത്താവതരണത്തിന് ശേഷം കേസരി മുഖ്യപത്രാധിപർ NR മധു രചനാനാരായണൻകുട്ടിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജനം, കോഴിക്കോട്. ADGPക്കെതിരായ അന്വേഷണത്തിൽ DGPയുടെ ഓഫീസിൽ അന്വേഷണ സംഘം യോഗം ചേർന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ്, സൗത്ത് സോൺ IG-യും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ IG സ്പർജൻ കുമാർ, തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വിവരങ്ങൾ. ADGPക്കെതിരായ ആരോപണങ്ങളിൽ 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു നേരത്തെ ഈ DGPക്ക് കിട്ടിയ നിർദ്ദേശം. അതിന്റെ സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യോഗം ചേർന്നിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഷെയ്ഖ് ദർവേസ് സാഹിബ്, അതുപോലെ തന്നെ സൗത്ത് സോൺ IG-യും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ G സ്പർജൻ കുമാർ, തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് എന്നിവർ ആണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ഇവർ ഇത്തരത്തിലൊരു യോഗം ചേരുകയായിരുന്നു. കാരണം ഈ അന്വേഷണ റിപ്പോർട്ട് അത് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു യോഗം ചേർന്നത് എന്നുള്ളതാണ്. നിലവിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ ഏതാണ്ട് 80% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതിൽ പരമാവധി പൂർത്തിയാക്കി ആ റിപ്പോർട്ട് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാനുള്ളതാണ് നീക്കം. ഒരുപക്ഷെ പൂർത്തിയായില്ല എങ്കിൽ അത് അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റും. വീണ്ടും ഈ CPI ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനവും ശക്തമായ നിലപാടുമൊക്കെ സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വേഗത്തിലാക്കുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും 80% നിലവിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് ഈ റിപ്പോർട്ട് പൂർത്തിയായിരിക്കുന്നത്. ബാക്കി കൂടി ഈ ഇന്നത്തെ പകൽ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ വൈകുന്നേരത്തോടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അല്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് മാറും. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. എരുമേലിയിൽ കുറി തൊടുന്നതിന് പണപ്പിരിവ് നടത്തുവാനുള്ള നീക്കത്തിൽ വിമർശനവുമായി ഹൈക്കോടതി. ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡിനോട് ഡിവിഷൻ ബെഞ്ച്. അനധികൃതമായി ആരും ഭക്തരെ ചൂഷണം ചെയ്യാതിരിക്കാനാണ് കരാർ നൽകിയതെന്ന് ദേവസ്വം ബോർഡ്. കുറി തൊടുന്നതിന് പണം വാങ്ങുന്ന ദൃശ്യങ്ങളിലെ വ്യക്തിയുടെ വിവരങ്ങൾ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. എരുമേലിയിൽ പേട്ടത്തുള്ളൽ കഴിഞ്ഞെത്തുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നും സിന്ദൂരവും ചന്ദനവും തൊടാൻ 10 രൂപ വെച്ച് ഈടാക്കി കരാർ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഭക്തരെ ചൂഷണം ചെയ്യാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. ദേവസ്വത്തിന് 7 ലക്ഷമാണ് ലഭിക്കുന്നതെങ്കിൽ കരാറുകാരന് കോടികളാകും ലഭിക്കുക. കടം വാങ്ങിയും മറ്റും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തരുമുണ്ട്. ആരെയും ഭക്തരുടെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ അനുവദിക്കില്ലെന്നും കോടതി കടുപ്പിച്ചു പറഞ്ഞു. നിർബന്ധിച്ച് പണം വാങ്ങുന്നില്ലെന്നും അനധികൃതമായി ആരും ഭക്തരെ ചൂഷണം ചെയ്യാതിരിക്കാനാണ് കരാർ നൽകിയതെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കി. ഇക്കാര്യം സാധൂകരിക്കാനായി കുറി തൊടുന്നതിന് പണം വാങ്ങുന്ന ദൃശ്യങ്ങളും ദേവസ്വം ബോർഡ് ഹാജരാക്കിയിരുന്നു. തുടർന്ന് പണം വാങ്ങുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തിയാരെന്ന് അന്വേഷിച്ച് വിവരങ്ങൾ കൈമാറാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എരുമേലിയിൽ കുറി തൊടാൻ പണപ്പിരിവ് ഏർപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ കരാർ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എരുമേലി സ്വദേശിയും അയ്യപ്പ ഭക്തനുമായ മനോജസ് നായരാണ് അഡ്വക്കേറ്റ് V സജിത് കുമാർ മുഖേന ഹർജി നൽകിയത്. ഹർജിയിൽ ബന്ധപ്പെട്ട SHOയെ അടക്കം കക്ഷി ചേർക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി വിഷയം ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ജനം, കൊച്ചി. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് സഹായം നൽകുന്നതിൽ നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സഹായം ലഭ്യമാക്കുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും നടപടിയെടുക്കണം. ചിലവഴിച്ച തുക എന്ന പേരിൽ തെറ്റായ കണക്കുകളുടെ വ്യാപക പ്രചാരണം ഉണ്ടായെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന്റെ മാനദണ്ഡം അറിയിക്കണമെന്നും കോടതി.
ഡിവൈഎഫ്ഐ പ്രവർത്തകൻ തൂണേരി ഷിബിൻ വധക്കേസ് പ്രതികൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീലിലാണ് ഉത്തരവ്. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം 17 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. 2015 ജനുവരി 22-നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന ഷിബിനെ ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വൈരമാണ് 19-കാരന്റെ കൊലപാതകത്തിന് കാരണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ ഒന്നാം പ്രതി അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. തിരുപ്പതി ലഡ്ഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർന്ന സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിട്ട സുപ്രീം കോടതി. കോടതിയുടെ മേൽനോട്ടത്തിൽ 5-അംഗ അന്വേഷണ സംഘത്തിനാകും രൂപം നൽകുക. CBI ഉദ്യോഗസ്ഥർക്ക് പുറമെ ആന്ധ്രാപ്രദേശ് പോലീസിലെ ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി അംഗവും ഉൾപ്പെടുന്നതാകും അന്വേഷണ സംഘം. അന്വേഷണത്തിന്റെ മേൽനോട്ടം CBI ഡയറക്ടർ വഹിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഉത്തരവിട്ടത്. CBIയിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരും ആന്ധ്രാപ്രദേശ് പോലീസിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു മുതിർന്ന അംഗവുമടങ്ങിയ സംഘം വിവാദം അന്വേഷിക്കണം. അന്വേഷണത്തിന്റെ മേൽനോട്ടം CBI ഡയറക്ടർ വഹിക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. സംസ്ഥാനം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലെന്നും മറിച്ച് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ മാനിച്ചാണ് തീരുമാനമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് കലർന്ന നെയ്യ് ഉപയോഗിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഒരു കൂട്ടം ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. തമിഴ്നാട് ഡിണ്ടിഗലിലെ AR ഡയറി ഫുഡ്സ് എന്ന കമ്പനിയായിരുന്നു തിരുപ്പതിയിൽ നെയ്യ് വിതരണം ചെയ്തത്. ജനം, ഡൽഹി. ഭാരതത്തിലെ 5 ഭാഷകൾക്ക് കൂടി ക്ലാസിക്കൽ പദവി നൽകാൻ കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മറാഠി, ബംഗാളി, പാലി, പ്രാക്യത്, അസാമീസ് എന്നീ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി നൽകുക. സംസ്കൃതം, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒഡിയ എന്നീ ഭാഷകൾക്കായിരുന്നു ക്ലാസിക്കൽ പദവി ഉണ്ടായിരുന്നത്. 2013 മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ചു. 2004 തമിഴിനും 2005 സംസ്കൃതത്തിനും 2008 കന്നഡ, തെലുങ്ക്, 2014 ഒഡിയയ്ക്കും ക്ലാസിക്കൽ പദവി നൽകി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം മറാഠി, ബംഗാളി, പാലി, പ്രാകൃത്, അസാമീസ് എന്നീ ഭാഷകൾക്കും ക്ലാസിക്കൽ പദവി നൽകി. ഇത്രയധികം ഭാഷകൾ ഒരുമിച്ച് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തുന്നത് ഇതാദ്യമാണ്. കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനത്തോടെ ഭാരതത്തിൽ ക്ലാസിക്കൽ പദവിയുള്ള ഭാഷകളുടെ എണ്ണം 6 നിന്നും 11 ഉയർന്നു. ജനം, ഡൽഹി. തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനത്തിൽ പുക. ടേക്ക് ഓഫിന് മുൻപാണ് വിമാനത്തിൽ നിന്ന് പുക കണ്ടത്. തിരുവനന്തപുരത്ത് നിന്ന് മസ്കറ്റിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്നാണ് പുക ഉയർന്നത്. യാത്രക്കാർക്കായി മറ്റൊരു വിമാനം ഏർപ്പെടുത്തുമെന്നും ആശങ്കയ്ക്ക് വകയില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചു. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ മനാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ്. കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസെടുത്തത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ വകുപ്പ് ചേർത്താണ് കേസ്. കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. അതേസമയം കേസിൽ ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് മനാഫ്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ല. യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാമെന്നും മനാഫ് പറഞ്ഞു. യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ അവരെ കൂടെ തന്നെ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ. 2 മാസത്തോളമായി അടച്ചിട്ടിരുന്ന 900 കണ്ടി വിനോദസഞ്ചാര കേന്ദ്രം വീണ്ടും തുറന്നതിന്റെ ആശ്വാസത്തിലാണ് 250ഓളം ടാക്സി ഡ്രൈവർമാരും അവരുടെ കുടുംബങ്ങളും. വിനോദസഞ്ചാരികളെയും കൊണ്ട് ജീപ്പുകൾ 900 കണ്ടിയിലേക്ക് ഓടിത്തുടങ്ങി. കനത്ത മഴയെ തുടർന്ന് ജൂലൈ 27-ന് വിനോദസഞ്ചാര കേന്ദ്രം അടച്ചുപൂട്ടുകയായിരുന്നു. 250ഓളം ടാക്സി ഡ്രൈവർമാരാണ് 900 കണ്ടി കേന്ദ്രീകരിച്ച് ഓടുന്നത്. 900 കണ്ടി അടച്ചുപൂട്ടി 3 ദിവസം കൂടി പിന്നിട്ടപ്പോഴാണ് മഹാദുരന്തമുണ്ടായത്. അതോടെ ഇവിടേക്ക് സഞ്ചാരികൾക്ക് ജില്ലാ ഭരണകൂടം പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. ടൂറിസ്റ്റ് കേന്ദ്രം തുറന്നതോടെ പ്രതീക്ഷയിലാണ് ടാക്സി ഡ്രൈവർമാർ അടക്കമുള്ള ജീവനക്കാർ. ടൂറിസ്റ്റ് കേന്ദ്രം പൂട്ടിയതോടെ ഗ്ലാസ് ബ്രിഡ്ജ്, റിസോർട്ട് ജീവനക്കാർ, ചെറുകിട വ്യാപാരികൾ തുടങ്ങിയവർ പ്രതിസന്ധിയിലായിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് 900 കണ്ടി മാത്രമല്ല വയനാട് ജില്ലയിലെ ടൂറിസം മേഖല പാടെ തകരുകയും ചെയ്തു. ദിവസവും 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്ന കുറുവാ ദ്വീപ്
ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. എത്രയും പെട്ടെന്ന് വിനോദസഞ്ചാര മേഖലകൾ മുഴുവൻ തുറന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, വയനാട്. ക്രിസ്മസിനെ വരവേൽക്കാൻ കേക്ക് മിക്സിംഗുമായി ലുലു മോൾ. 1 മണിക്കൂറിനുള്ളിൽ 4500 കിലോയിലധികം ചേരുവകൾ മിക്സ് ചെയ്തു. 250-ലധികം പേരാണ് തലസ്ഥാനത്തെ കേക്ക് മിക്സിംഗിൽ പങ്കെടുത്തത്. ഒക്ടോബർ പിറന്നപ്പോൾ തന്നെ തലസ്ഥാനത്ത് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. ലുലു മാളിലെ ഗ്രാൻഡ് ഏട്രിയത്തിൽ തയ്യാറാക്കിയ 100 അടിയിലധികം നീളവും 60 അടി വീതിയുമുള്ള കൂറ്റൻ ക്രിസ്മസ് ട്രീ രൂപമാണ് കാഴ്ചക്കാരെ ആദ്യം അമ്പരിപ്പിച്ചത്. പിന്നാലെ ക്രിസ്മസ് ട്രീ രൂപത്തിന് ചുറ്റുമായി ലുലു മാളിലെ 250-ലധികം ജീവനക്കാർ അണിനിരന്നതോടെ ആകാംക്ഷയേറി. ക്രിസ്തുമസിനെ വരവേറ്റ് മാളിൽ സംഗീതം കൂടി മുഴങ്ങിയതോടെ ലുലു മാൾ സാക്ഷ്യം വഹിച്ചത് തലസ്ഥാനത്തെ ഏറ്റവും വലിയ കേക്ക് മിക്സിംഗ് ആഘോഷങ്ങളിലൊന്നിനാണ്. ലുലു മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു കേക്ക് മിക്സിംഗ്. 1 മണിക്കൂറിനുള്ളിൽ 4500 കിലോയിലധികം ചേരുവകൾ മിക്സ് ചെയ്തു. കശുവണ്ടി, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ജിഞ്ചർ പീൽ, ഓറഞ്ച് പീൽ, മിക്സഡ് പീൽ ഉൾപ്പെടെ 25ഓളം ചേരുവകളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. മാളിലെ ജീവനക്കാർക്ക് പുറമെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉപഭോക്താക്കളും മിക്സിംഗിൽ പങ്കാളികളായി. കേക്ക് മിക്സിംഗ് 60 ദിവസത്തോളം ഗുണമേന്മ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചതിനു ശേഷമാണ് കേക്ക് നിർമ്മാണം ഇനി ആരംഭിക്കുക. മദ്യമോ മറ്റ് കൃത്രിമ കളറുകളോ ചേർക്കാതെയാണ് ലുലുവിൽ കേക്ക് നിർമ്മിക്കുന്നത്. 20,000-ഓളം കേക്കുകളാണ് ഇത്തവണ തിരുവനന്തപുരം ലുലു ഹൈപ്പർ മാർക്കറ്റ് തയ്യാറാക്കുക. ജനം, തിരുവനന്തപുരം. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ക്ലീൻ ചിറ്റ്. ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിചിത്രവാദം. കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റഫറൻസ് റിപ്പോർട്ട് നൽകി. 2023 ഡിസംബർ 15-ന് നവകേരള യാത്ര ആലപ്പുഴ വഴി കടന്നുപോയപ്പോഴാണ് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയത്. നവകേരള ബസ് കടന്നുപോയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കായിരുന്നു ക്രൂരമർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നിട്ടും പോലീസ് കേസെടുത്തില്ല. ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ SP-ക്ക് പരാതി നൽകിയിട്ടും ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് മർദ്ദനത്തിന്റെ വീഡിയോ സഹിതം പരാതിക്കാർ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. ഹർജി പരിഗണിച്ച കോടതി കേസെടുക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകി. കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് IPC 294B, 324, 325 വകുപ്പുകൾ ചുമത്തി ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു. കോടതി ഇടപെട്ടതോടെയാണ് കേസെടുക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം കടന്നുപോയതിനു പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗൺമാൻ അനിൽകുമാർ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം വെച്ച് അസഭ്യം പറയുകയും ലാത്തി ഉപയോഗിച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തതായി FIR-ലുണ്ട്. അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന 2ാം പ്രതി സന്ദീപും ഇരുവരെയും ലാത്തി ഉപയോഗിച്ച് അടിച്ചെന്നും FIR-ൽ പറയുന്നു. അജയ്ക്കും തോമസിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര പരിക്കുകളുണ്ടായെന്നും FIR-ലുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ തനിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് പ്രതിസ്ഥാനത്തുള്ളവർക്ക് ക്ലീൻ ചിറ്റ് നൽകി കേസ് അവസാനിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറുമൊരു രക്ഷാപ്രവർത്തനം മാത്രമായി ഈ സംഭവം മാറുകയാണ്. ജനം, ആലപ്പുഴ. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ മർദ്ദിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ പ്രതിഷേധവുമായി KSU ജില്ലാ പ്രസിഡന്റ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട പ്രകാരം 2 തവണ പെൻഡ്രൈവിലും 1 തവണ CD-യിലും മർദ്ദന ദൃശ്യങ്ങൾ കൈമാറിയിരുന്നു. അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ക്രൈംബ്രാഞ്ച് ഉദാസീനമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും തോമസ് കുറ്റപ്പെടുത്തി. കോടതിയിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പാർട്ടിയുടെയും തന്റെയും തീരുമാനമെന്ന് തോമസ് പറഞ്ഞു. ഇതിന്റെ വിഷ്വൽസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിന്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ആ വീഡിയോ പരിശോധിച്ചാൽ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ആ വീഡിയോ പരിശോധിച്ചാൽ വളരെ ജനാധിപത്യപരമായ രീതിയിൽ ആയുധങ്ങളൊന്നും കയ്യിലേന്താതെ ഒരു സമരം, ഒരു പ്രതിഷേധം നടത്തിയതിന് ലോക്കൽ പോലീസ് ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ചു. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഞങ്ങളെയാണ് ഈ ഗുണ്ടാ സംഘം, അനിൽ കല്ലിയൂരിന്റെയും സന്ദീപിന്റെയും നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചത്. ഇത് കേരളം മുഴുവൻ കണ്ടതാണ്.
ഞങ്ങളിത് ഏതറ്റം വരെയും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെയും പാർട്ടിയുടെയും തീരുമാനം. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, ഞങ്ങൾക്ക് വ്യക്തിപരമായുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.